ലോസ് ആൻഡോസ് സിറ്റിയിലാണെങ്കിൽ ഭയങ്കര പ്രോബ്ലം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. സംഭവം എന്താണെന്നല്ലേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ സിറ്റിയിൽ താനോസ് വന്ന് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഭയങ്കര വിഷയം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിനുശേഷം ഉണ്ടാ അവനാണെങ്കിൽ ഇപ്പൊ സിറ്റി മൊത്തത്തിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടേക്കാണ്. അപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ എവിടേക്കാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അയൺമാന്റെ വീട്ടിലേക്ക് അയൺമാൻ അർജന്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺമാന് 2 ദിവസമായിട്ട് ഭയങ്കര പനിയും കാര്യങ്ങളൊക്കെ പിടിച്ചിരിക്കുക. അയൺമാന്റെ സ്യൂട്ട് ഉപയോഗിച്ചിട്ട് ഞാനാണെങ്കിൽ നേരെ ഇപ്പൊ നമ്മുടെ താനോസിനെ വക വരുത്താൻ വേണ്ടിട്ട് പോവാണ്. ചെറുതായിട്ട് വണ്ടി ഒന്ന് ഇടിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ നമ്മൾ അയൺമാന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അയൺമാന്റെ സ്യൂട്ട് മാത്രം വെച്ചിട്ട് ഒരിക്കലും നമുക്ക് താനോസിന്റെ അടുത്ത് മുട്ടി നിൽക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നല്ലേ, അയാള് ഇപ്പൊ ഡേ ബൈ ഡേ ഭയങ്കര പവർഫുൾ ആയിരിക്കാണ്. സാധാരണ സ്റ്റോൺ മാത്രം അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതേ സ്റ്റോൺ പവർ മാത്രമല്ല, എന്തോ വലിയ ആക്സും അതേപോലെ തന്നെ വലിയ കിട്ടില്ല പവേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ താനോസിന് കിട്ടിയിട്ടുണ്ട്. സോ ഏത് നിമിഷവും അയാൾ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ രാവിലെ എണീറ്റപ്പോ തന്നെ നേരെ നമ്മുടെ അയൺമാന്റെ വീട്ടിലേക്ക് വന്നത്. സോ ഗൈസ്, വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നോക്കിക്കേ. സുഹൈൽ എന്ന് പറഞ്ഞ കുട്ടിയുടെ പേരാണ് നമ്മൾ നല്ല കിട്ടുക്കാജിയായിട്ട് നമ്മുടെ ബുഗാട്ടി ഡിവോയിൽ കൊടുത്തിട്ടുള്ളത്. സോ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ പേര് ഇതേപോലെ നമ്പർ പ്ലേറ്റ് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എല്ലാവരും ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ അങ്ങ് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട കേട്ടോ. സോ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ, നമ്മൾ എന്തായാലും അയൺമാന്റെ മാൻഷനിൽ എത്തിയിട്ടുണ്ട്. ആക്ച്വലി അയൺമാൻ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയേക്കാണ് ഇപ്പൊ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമ്മളോടാണെങ്കിൽ ഇവിടെ നിന്ന് ഇഷ്ടമുള്ള സ്യൂട്ട് എടുത്തിട്ടോളാൻ പറഞ്ഞായിരുന്നു. വെയിറ്റ് എ സെക്കൻഡ്, ഇവിടെ 1 2 3 4 4 സ്യൂട്ടും കാര്യങ്ങളുണ്ട്. ഈ സ്യൂട്ടൊക്കെ കുറച്ച് ഓൾഡ് ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ റെഡ് തന്നെയാണ് എപ്പോഴും ഒരു ഭംഗിയല്ലേ. സോ അത് തന്നെ എടുത്ത് യൂസ് ആക്കാം നമുക്ക്. ഓക്കെ, വെൽക്കം ബാക്ക് അയൺമാൻ. ഫൈനലി നമ്മൾ നമ്മുടെ നാനോ സ്യൂട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മ ചെയ്തേ കിടക്കുന്നത് താഴെ. ഇതാണ് എന്നോട് പലപ്പോഴും പറയുന്നത്, അധികം ധൃതി പിടിച്ച് യൂസ് ആക്കരുതെന്ന്. എനിക്കാണെങ്കിൽ കുറച്ച് ധൃതി കൂടിയ കാരണം ഞാൻ അപ്പം തന്നെ അതിങ്ങനെ സ്പീഡിൽ പറക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സ്യൂട്ട് നല്ല കിട്ടില്ല സാധനം തന്നെയാണ് കേട്ടോ. ഈ നാനോ സ്യൂട്ടിൽ ഇപ്പൊ ബാക്കിൽ നിന്നാണ് ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കുറെ ഐറ്റംസ് ഇതിൽ തന്നെ ഉണ്ട്. സോ നോ സീൻ. അതേപോലെ തന്നെ പവേഴ്സ് നോക്കിക്കത്, ഇത്രയും പവേഴ്സ് ഉണ്ട് കേട്ടോ. അതെ, കയ്യിലാണെങ്കിൽ ബ്ലാസ്റ്റ് ബീമും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പവർ ആയിരിക്കും. ഇതേ കണ്ടില്ലേ, നമ്മുടെ കയ്യിൽ ഐറ്റം വന്നിട്ടുണ്ട്. സോ ഇതിനാണെങ്കിൽ ഇത്തിരി പവേഴ്സും കാര്യങ്ങളൊക്കെ കൂടുതലുമാണ്. സോ എന്തായാലും നമുക്ക് ഏറ്റവും പറ്റിയത് ഇപ്പൊ താനോസിനെ തൽക്കാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. കാരണം ഇപ്പൊ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി വരാൻ പോകുന്ന ഐറ്റം ഉണ്ടല്ലോ, അത് ഇത്തിരി പവർഫുൾ സാധനമാണ്. കാരണം അത് വെച്ച് മാത്രമാണ് നമുക്ക് താനോസിനെ വക വരുത്താൻ പറ്റത്തുള്ളൂ എന്നാണ് നമ്മുടെ അയൺമാൻ നമ്മുടെ അടുത്ത് പറഞ്ഞത്. അയാളാണെങ്കിൽ അത് റിസർച്ചിന് വേണ്ടിയിട്ട് നമ്മുടെ ഹ്യൂമൻ ലാബ്സിലും കാര്യങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അത് അവര് റിസർച്ച് ചെയ്ത് വരണം വരെ നമ്മളാണെങ്കിൽ താനോസിനെ എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് വെച്ചേ പറ്റത്തുള്ളൂ. ഈ ഭാഗത്ത് എവിടെ വേണമെങ്കിലും ഇപ്പോൾ വേണമെങ്കിലും നമ്മുടെ താനോസ് ഇവിടെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. സോ ഞാൻ എപ്പോഴും പ്രിപ്പയർ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, എന്തായാലും ഈ ഭാഗത്ത് വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. സോ നമുക്കെന്തായാലും നമ്മുടെ താനോസിനെ തപ്പിപ്പോയേ പറ്റത്തുള്ളൂ. ഇനി ഇവിടെയൊക്കെ ഐ തിങ്ക് ക്ലിയർ ആണ്, വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, നമുക്ക് എന്തായാലും താഴെ ഇറങ്ങിയിട്ട് ഇവിടെ എങ്ങാനും എല്ലാ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കാം. വെയിറ്റ് എ സെക്കൻഡ്, അങ്ങ് ഭാഗത്ത് എൻ്റെ മാപ്പിൽ എന്തോ കണ്ട്. വെയിറ്റ്, അതെന്തോ എന്റെ മോനെ, വിചാരിച്ച പോലെയല്ല താനോസ് ഈസിയർ. എന്റെ പൊന്നളിയ, താനോസ് വന്നിട്ടുണ്ട് കേട്ടാ. എന്റെ മോനെ, ഞാൻ വിചാരിച്ച പോലെയല്ല, നല്ല രീതിയിൽ ഇതേ ഞാൻ പറഞ്ഞില്ലേ പവർഫുൾ ആയിട്ടുണ്ട് താനോസ്. ഇടിച്ചോ. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് എങ്ങനെയും കുറച്ചേരം സ്റ്റോപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ നമ്മുടെ അയൺമാനെ, അല്ലെങ്കിൽ പണി പാളും. കമോൺ അയൺമാൻ, കമോൺ. ഓക്കെ ലെറ്റ്സ് ഗോ. കണ്ടോ എന്നതേ അപ്പോഴേക്കും പിടിച്ചതേ ഇവനാണെങ്കിൽ ഇവിടെ സൂപ്പാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് മാത്രം ബീം മാത്രം വെച്ച് പറ്റത്തില്ല. എവിടെ പോയി? വെയിറ്റ്, കണ്ടില്ല കേട്ടാ, കണ്ടില്ല. എന്തായാലും ഇത് അവൻ നമ്മളത് ഇടിച്ചു സൂപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇവിടെ നിറട അതിന്റെ ഇടയിൽ എന്നെ വെടിവെക്കുന്നത്. എനിക്ക് തോന്നുന്നു താനോസ് കൺട്രോൾ ചെയ്ത ആരോ ആണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും അവന്റെ കാര്യം നമ്മൾ സൂപ്പാക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. ബട്ട് ഇവനാണെങ്കിൽ എന്തൊരു ലൈറ്റിംഗ് ബീങ് പോലത്തെ സാധനമൊക്കെ നമ്മുടെ നേരെ വിടുന്നുണ്ട്. നമ്മളതേ പിടിച്ചു നിർത്തി. ഓ മൈ ഗോഡ്, ഇറ്റ്സ് ടു റിസ്കി. എൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. എൻ്റെ മോനെ, എന്നതേ ആകാശത്തേക്ക് പറത്തി വിട്ടിട്ടുണ്ട്. എൻ്റെ പൊന്ന് അയൺമാനെ, എനിക്ക് നല്ല വല്ല പവർ തരാണ്ട്.
ഇതാണെങ്കിൽ ഒരുമാതിരി ഇതായി പോയി. എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് ദൂരം നമുക്ക് മാറി നിന്നേ പറ്റത്തുള്ളൂ. എന്തായാലും കുറച്ചു നേരം അവനെ ഇട്ട് വട്ടം കറക്കിക്കണം. ഇവനാണെങ്കിൽ ഓരോ സ്ഥലത്തു നിന്ന് പറന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമുക്കാണെങ്കിൽ ഭയങ്കര പാടാണ്. ഇതാണെങ്കിൽ എന്റെ പിന്നാലെ പോലീസുകാരും വരുന്നുണ്ട്. ഓക്കെ, ഓ മൈ ഗോഡ്, എന്റെ പൊന്നളിയ, ഇവൻ ഇത് എവിടുന്ന പറഞ്ഞു വന്നേ? എന്റെ പൊന്നേ, എന്നെ മിക്ക ഇടിച്ച് സൂപ്പാക്കുന്നു തോന്നുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ. വെയിറ്റ്, അതിൽ മാത്രം നടക്കത്തില്ല. നമുക്ക് ബാക്ക് റിപ്പൾസറും കാര്യങ്ങളൊക്കെ വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. കമോൺ. ഓക്കെ, മൈ ഗോഡ്, എന്റെ സ്യൂട്ട് ഓൾമോസ്റ്റ് ഡാമേജ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വിചാരിച്ച പോലെയല്ല, നല്ല രീതിയിൽ പവർ ഇനി എന്തായാലും വേണം. താനോസ് എവിടെ പോയി? കാണാനില്ലല്ലോ. വരുന്നു. എന്റെ മോനെ, ജസ്റ്റ് മിസ്. അതിന്റെ കൂടെ ഇവനാണെങ്കിൽ ഇവിടെ കുറെ പേരെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. സോ നമുക്കാണെങ്കിൽ കുറച്ച് പാടുപെടേണ്ട വരും തോന്നുന്നു. താനോസിന്റെ ലൈഫ് അവിടെ കാണിക്കുന്നുണ്ട്. 2000 സംതിങ് ലൈഫോ. എന്റെ മോനെ, ഇത്ര ലൈഫ് വെച്ച് ഞാൻ എങ്ങനെ ഇവനെ സൂപ്പാക്കാനാ? എന്നാ പിടിച്ചോ. ഓക്കെ, ലെറ്റ്സ് ഗോ. എന്തായാലും എൻ്റെ കാര്യം ഓൾമോസ്റ്റ് നല്ല രീതിക്ക് തീരുമാനമായിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾ രണ്ടുപേരും തെറിച്ചു പോയിട്ടുണ്ട് കേട്ടാ. എന്തായാലും ഇവിടെ നിന്നും കുറച്ച് മാറാൻ വേണ്ടി സമ്മതിക്കുന്നില്ല. എൻ്റെ കാറ്റ് ഓൾമോസ്റ്റ് പോയെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അമ്മച്ചി അടികൊണ്ട് സൂപ്പാവാൻ മാത്രമാണ് എൻ്റെ യോഗം. എൻ്റെ കാറ്റ് പോയേ അമ്മച്ചി. അങ്ങനെ എൻ്റെ ഓൾമോസ്റ്റ് തീരുമാനമായിട്ടുണ്ട്. ബോധം വന്നപ്പോ ഞാൻ അവിടെ കിടക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഒരു വിധത്തിലാണ് തിരിച്ചിങ്ങോട്ട് എത്തിയത്. ഇവിടെ എത്തിയപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്റെ ബോധം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്റെ പൊന്നെ, എന്ത് ഇടിയാണ് എന്നെ താനോസ് ഇടിച്ചത്. അവൻ പറഞ്ഞത് 100% റെഡിയാ കേട്ടാ. എന്തായാലും നമുക്ക് അയൺമാന്റെ സ്യൂട്ട് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇനിയിപ്പോ ഞാൻ എങ്ങനെ അവനെ സ്റ്റോപ്പ് ചെയ്യും? എന്റെ മോനെ, ഇതിത്തിരി നല്ല രീതിയിൽ പവറൊക്കെ വേണ്ട പരിപാടിയാണ്. എന്റെ മോനെ, ഞാൻ എന്തായാലും തീരുമാനമായിട്ടുണ്ട്. വെയിറ്റ്, അയൺമാൻ കോൾ ചെയ്യുന്നുണ്ടല്ലോ. എന്താണെന്ന് നോക്കട്ടെ. ഓക്കെ, ഫൈനലി അയൺമാൻ നേരത്തെ പറഞ്ഞ സ്യൂട്ടും കാര്യങ്ങളും ഇല്ലേ, അതൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ യൂസ് ചെയ്യാനാണെങ്കിൽ ഭയങ്കര പാടാണെന്ന്. ബട്ട് കാരണം ആരുടെയാണല്ലേ ആ പവർ? ആരായിരിക്കും? നമ്മുടെ സ്വന്തം ഗോക്കുവിന്റെ. അവിടെ ആ സ്യൂട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നത് ആരൊക്കെയാണെന്നറിയോ? നമ്മുടെ നറൂട്ടോ വന്നിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ കക്കാഷി, പിന്നെ ഗോക്കുവിന്റെ ചേട്ടനൊക്കെ വന്നിട്ടാണ് ഈ താനോസിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഈ സംഭവം സെറ്റ് ചെയ്തു. എന്റെ മോനെ, എന്തായാലും നമുക്ക് നല്ല രീതിയിൽ പണിയും കാര്യങ്ങളൊക്കെ കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും താനോസിനിട്ട് തിരിച്ചൊരു കിടിലം പണി കൊടുത്തില്ലേ ശരിയാവത്തില്ല. ഒരുമാതിരി എന്നെ ചന്ദ്രനിലിട്ട് ഇടിക്കണ പോലെയാണ് താനോസ് ഇട്ട് ഇടിച്ചോണ്ടിരുന്നായിരുന്നു. ഇനിയിപ്പൊ എന്തായാലും നമുക്ക് തിരിച്ചൊരു പണി നല്ല കിടുക്കാച്ചായിട്ട് കൊടുക്കാനുള്ള ടൈമാണ്. സാധാരണ ഞാൻ ഇങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്റെ കാര്യങ്ങൾ മൊത്തത്തിൽ തീരുമാനമാവാറാണ് പതിവ്. ഈ പ്രാവശ്യം പിന്നെ ഇത്രയും പേരൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ പവർഫുൾ ആക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ഐ തിങ്ക് നമ്മൾ ഈ പ്രാവശ്യം താനോസിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ എന്റെ കാര്യം ഇതോടുകൂടെ തീരുമാനവും. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ ബോധം കെട്ട കാരണം എന്നെ അവിടെ ഇട്ടിട്ട് താനോസ് പോയി. ഈ പ്രാവശ്യം എന്തായാലും ഞാൻ ബോധം കെട്ടില്ലെങ്കിൽ എന്നെ താനോസ് അവിടെ തന്നെ സമാധിയാക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഫൈനലി അങ്ങനെ കുറെ നേരത്തെ ഡ്രൈവിന് ശേഷം നമ്മളാണ് ഇത് ഹ്യൂമൻ ലാബ്സിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ സയന്റിസ്റ്റുമാരൊക്കെ ചേർന്നിട്ടാണ് കേട്ടോ സാധനം പണിതേക്കുന്നതെന്നാണ് പറഞ്ഞത്. സോ എന്തായാലും നമ്മൾ ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഉള്ളിൽ പോയിട്ട് സംഭവമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കമോൺ, ലെറ്റ്സ് ഗോ. ആർ യു ഗൈസ് റെഡി? ഞാനും ഭയങ്കര ത്രില്ലാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഈ ബൈക്ക് എടുത്തിട്ട് നേരെ ബൈക്ക് ഓടിച്ച് അതിന്റെ ഉള്ളിൽ പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. എന്തായാലും ഇതിന്റെ ഏറ്റവും അകത്തായിട്ടായിരിക്കും ഈ സംഭവം വരെ പണിത് വെച്ചേക്കുന്നത്. എന്തായാലും അതുവരെ നടന്നു പോവാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നൊന്നും നമ്മൾ അവിടെ എത്തത്തില്ല. സോ നമുക്ക് കുറച്ചും കൂടെ ത്രില്ലിംഗ് ആയിട്ട് ബൈക്കൊക്കെ എടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ കയറണമായിരിക്കും നല്ലത്. എന്തായാലും ഏത് കളർ സ്യൂട്ട് ആയിരിക്കും എനിക്ക് നല്ലൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. കാരണം ഗോകുവിന്റെ പവേഴ്സ് ചിലതിന് ഇത് കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. അതായത് വൈറ്റ് ഹെയർ ആവുമ്പോൾ ഇത്തിരി കൂടെ പവർ ആയിരിക്കും, അതേപോലെ തന്നെ നോർമൽ ഹെയർ ആണെങ്കിലും പവർ ഉണ്ട്, ബട്ട് കുറച്ച് കുറവായിരിക്കും എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അങ്ങനെ പവേഴ്സ് ഗോകുവിന് ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്ത് അറിയിക്കാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. എനിക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല. എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാനിപ്പോ ത്രില്ലിംഗ് ആണ് ഏത് ഇതായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. വണ്ടി എന്തായാലും നമുക്ക് ഇവിടെ നിർത്തിയേക്കാം. എന്തോ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഓ വെയിറ്റ്, നറൂട്ടോക്കെ ഇവിടെ ഉണ്ട്. എന്റെ മോനെ, പറഞ്ഞ പോലെ വൈറ്റ് ഹെയർ അല്ല യെല്ലോ ഹെയർ ആണ്. ഇത് ഞാൻ
ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് ഇത്രയും ലോങ് ഹെയർ ഉള്ള ഗോകുനെ. ബട്ട് ഇതിന്റെ പവേഴ്സ് എങ്ങനെയായിരിക്കും എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടാ. എന്തായാലും നമുക്ക് ഇവരുടെ അടുത്ത് ചോദിച്ചു നോക്കാം. എന്റെ മോനെ, ഇവര് പറഞ്ഞത് വെച്ചിട്ടുണ്ടല്ലോ ഈ സംഭവം ഇത്തിരി പവർഫുൾ ആണെന്നാണ് പറഞ്ഞത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് ഇവരെ എന്തൊക്കെയോ കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ സ്പാർക്കും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ഇവന്റെ കാര്യം ഞാൻ തീരുമാനമാക്കും. ഓക്കെ, എന്തായാലും നമുക്കിത് ഇട്ടോക്കാം. അടുത്തേക്ക് പോകുമ്പോ അമ്മച്ചി ഇതേ ഷോക്ക് അടിക്കുന്നു. എന്റെ മോനെ, എന്തായാലും കുറച്ച് ഷോക്കൊക്കെ കൊള്ളേണ്ട വരും. രണ്ടും കൽപ്പിച്ച് നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഇല്ലേ? ഞാൻ എന്തായാലും ഇടാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഫൈനലി നമ്മൾ എന്തായാലും സ്യൂട്ട് എടുത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ബട്ട് ഇതെന്തോ ഭയങ്കര കട്ടിയൊക്കെ കൂടിയ സാധനമാണ് കേട്ടോ. അപ്പൊ താങ്ക് യു നറൂട്ടോ, താങ്ക് യു സസുക്കെ. ഞാൻ എന്തായാലും പോയി നോക്കട്ടെ ഇതെങ്ങനെയുണ്ടാവുന്നു. എന്റെ മോനെ, എന്തായാലും മുടി കാരണം എനിക്ക് പകുതി സ്ഥലമൊന്നും കാണാനില്ല കേട്ടാ. എനിക്ക് തോന്നുന്നു ഇത് ഗോകുന്റെ അഡ്വാൻസ് ഫോം ആണെന്ന്. നമുക്ക് എന്തായാലും പുറത്ത് പോയിട്ട് ഇതിന്റെ പവേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കണ്ട. എന്റെ മോനെ, എനിക്കാണെങ്കിൽ ത്രില്ലായിട്ട് പാടില്ല. താനോസെ, നിന്റെ ഇന്ന് ഊപ്പാക്കി വിട്ടിട്ട് ഇവിടത്തെ കാര്യമുള്ളൂ മോനെ. വരുന്നു ഞാൻ. ഓക്കെ, ഫൈനലി വി ആർ ബാക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഫൈനലി നമ്മൾ എന്തായാലും പവേഴ്സ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. വെയിറ്റ്, എന്റെ മാത്ത് എന്തോ സ്പാർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അത്യാവശ്യം നല്ല സ്പീഡും ഉണ്ട്. എന്റെ മോനെ, ലുക്ക് അറ്റ് ദി സ്പീഡ്. എന്റെ പൊന്നളിയാ, നേരത്തെ ഞാൻ വിചാരിച്ച പോലെയല്ല. ഇതിന് നല്ല കിടുക്കാച്ചി പവേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടത്. അത്യാവശ്യം നല്ല സ്പീഡിൽ പോകാൻ പറ്റും. ഇത് നോർമൽ സ്പീഡ്, കുറച്ചും കൂടെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ സ്പീഡിൽ നമുക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്റെ പൊന്ന് താനോസ, ഇതോടുകൂടെ നിന്റെ കാര്യം മിക്കവാറും തീരുമാനമാവും മോനെ. ഹൈ പവേഴ്സും കൊണ്ടാണ് ഞാൻ വരുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഗോകുവിന്റെ ടോപ്പ് പവേഴ്സ്. എന്തോ ഡെസ്ട്രക്ടോ ഡിസ്ക്, അതേപോലെ തന്നെ KL ബ്ലാസ്റ്റ്, ഡെങ്കി ഡാമ, അതേപോലെ തന്നെ കമേഹ ആ സാധനം ഉണ്ട്. അതെന്തായിരിക്കും സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, എന്തോ കാര്യമായിട്ട് ടൈറ്റ് ചെയ്ത് വിടുന്നുണ്ട്. ഓ വെയിറ്റ്, എന്റെ മോനെ, അത് വിട്ടപ്പോ തന്നെ ഇവിടത്തെ എല്ലാ വണ്ടികളൊക്കെ തെറിച്ചു പോയിട്ടുണ്ട്. ഓ, ഐ ആം നോട്ട് എ ക്രിമിനൽ. നമുക്ക് നാട്ടുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് താനോസിനെയാണ്. ഏയ് താനോസ്, വേർ ആർ യു? നമുക്കാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഹൈറ്റിലേക്ക് ഒരു സൗണ്ട് അങ്ങ് ഉണ്ടാക്കി കൊടുത്തേക്കാം. അപ്പൊ എന്തായാലും അവ അങ്ങോട്ട് വരാണ്ടിരിക്കത്തില്ല. ഓക്കെ, ഞാനൊരു സിഗ്നൽ എന്തായാലും വിട്ടിട്ടുണ്ട്. ഇറ്റ്സ് ടൈം ഫോർ അറ്റാക്ക്. കം ഓൺ ബ്രോ. ഓക്കെ, ഐ തിങ്ക് എന്തോ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. സംബഡി ഈസ് ഹിയർ. എന്റെ മോൻ, എന്തായി അവിടെ നിന്നാണെങ്കിൽ ആൾക്കാരൊക്കെ ഓടി പോകുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഭാഗത്ത് തന്നെയാണെന്ന് തോന്നുന്നു. അതിപ്പോ ഇവിടുന്ന് ഒരു ശബ്ദം കേട്ടെ. ഈ ഭാഗത്ത് നിന്ന് ഇവിടുന്ന് അല്ലേ? എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, എന്തോ ഒരു ശബ്ദം. ഓ വെയിറ്റ്, എന്തോ ഒരു സാധനം എന്റെ മാത്ത് വന്ന് ഇടിച്ചായിരുന്നു കേട്ടാ. ഇവിടെ ജിഞ്ചിഞ്ചാക്കടി ഇവിടെ വന്ന് നിൽക്കുന്ന ഇന്നാ പിടിച്ചോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇറ്റ്സ് ടൈം ഫോർ നല്ല നല്ല ക്ലാസ് ഇടികൾ. എന്റെ മോനെ, എനിക്കാണെങ്കിൽ നല്ല രീതിയിൽ ക്ലാസ് ഇടികൾ ഇങ്ങോട്ടും കിട്ടിയിട്ടുണ്ട്. ഇതെന്നെ കല്ലാക്കി വെക്കുന്നു. എടാ 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 എടാ, അതൊക്കെ ഞാൻ പൊളിച്ച് വരൂടാ ഈ കല്ലൊക്കെ. എന്റെ മോനെ, ഇന്നാ പിടിച്ചോ. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് എന്തായാലും നമ്മുടെ ഡെങ്കി ഡ്രാമയ്ക്കുള്ള ടൈമാണ്. ഓ ഇതിന്റെ ഉള്ളിൽ കുടുങ്ങി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഇങ്ങോട്ട് വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ. എനിക്കാണെങ്കിൽ താനോസിന്റെ ഇടി കിട്ടിയിട്ട് വലിയ ഡാമേജും കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ഇവൻ കല്ലൊക്കെ എടുത്തെറിയുമ്പോ ചെറിയ ഡാമേജ് ഉണ്ട് കേട്ടാ. എന്തായാലും ഇത് എന്തൊക്കെ ഉണ്ട് എന്റെ കയ്യിൽ? തീയ. എന്റെ മോനെ, എന്റെ നേരെ തീയൊക്കെ വിടുന്നുണ്ട്. ഓക്കെ, ഇന്നാ പിടിച്ചോ. കല്ലൊക്കെ വെച്ച് നമ്മൾ അവനെ ഇടിച്ച് സൂപ്പാക്കിയിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. കമോൺ. നമ്മളാണ് ഇത് കിട്ടിയിലൊരു സാധനം അവന് നേരെ തെറിപ്പിച്ച് വിട്ടിട്ടുണ്ട്. എന്തായാലും ഇനി അടുത്ത് ബ്ലാസ്റ്റിന്റെ ടൈമാണ്. നമുക്ക് എന്തായാലും ബ്ലാസ്റ്റ് ചെയ്യാം അവനെ. എവിടെ പോയി? എടാ ഇന്നാ പിടിച്ചോ. ഓക്കെ, ഓ മൈ ഗോഡ്, അവനാണെങ്കിൽ ഒരു കിടിലൻ ജമ്പും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ബട്ട് എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? നമ്മളിത് അവനത് ഇടിച്ച് സൂപ്പാക്കി വിടത്തില്ലേ? നേരെ ഇടിച്ച്. എന്റെ പൊന്നെ, എനിക്ക് നല്ലൊരു ഇടിയാണ് ഇപ്പൊ കിട്ടിയത് കേട്ടാ. ഓക്കെ, ഇനി എന്തായാലും ഡെസ്ട്രോ ഡിസ്കിന്റെ സമയമാണ്. ഓക്കെ, കമോൺ. ഫൈനലി നമ്മൾ എന്തായാലും ഒരു ഷോട്ട് അവന് കൊടുത്തിട്ട് മാറിക്കോ. ലെറ്റ്സ് ഗോ ഫൈറ്റ്. ഓ ഷിറ്റ്, ഞാനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ട്. ഇത് തന്നെയാണ് പറ്റിയ സമയം. വാടാ താനോസെ, ഇനി ഇവിടെ നമുക്ക് കുറച്ച് മാറാം. അവിടെ കൂടുതൽ പ്രശ്നങ്ങളായിട്ടുണ്ട് കേട്ടാ. ഓക്കെ, എവിടെ പോയി താനോസെ? കാണാണ്ടായല്ലോ പെട്ടെന്ന്. എവിടെ പോയി കുട്ടാ? എവിടെയോ നല്ലൊരു ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. എന്റെ പൊന്നെ, ഇവനാണെങ്കിൽ എന്തോ
എന്തൊക്കെയോ എടുത്ത് എറിയുന്നുണ്ട് കേട്ടാ. കല്ലാക്കിയ കാരണം നമുക്കാണെങ്കിൽ പെട്ടെന്നൊന്നും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. എടാ താനോസ് എന്നാ പിടിച്ചോ, അതെ തെറിച്ച് പോണോ നോക്ക്. അയ്യേ എന്നാ പിടിച്ചോ ഒരു സാധനം അങ്ങോട്ട് വരുന്നുണ്ട്. അത് കൊണ്ടില്ല അവന്. എന്റെ മേത്തി കല്ല് പോണില്ലല്ലോ എന്റെ കർത്താവേ, ഇത് എന്ത് കഷ്ടം ഇത്. എന്തായാലും നമുക്ക് ക്യാമേഷ് ചാർജ് ചെയ്ത് വെച്ചേക്കാം. എന്നാ പിടിച്ചോ. ഓ ഷേറ്റ്, എന്റെ പൊന്നെ ടൈം നമുക്ക് കിട്ടിയില്ല കേട്ടോ അത് വിടാനായിട്ട്. എന്തായാലും നമുക്ക് ഇടിച്ച് അവനെ തെറിപ്പിക്കാനുള്ള ടൈമാണ്. ഓക്കെ ഓ വെയിറ്റ്, കല്ലിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ട്. എന്തായാലും കുറച്ച് മാറി നിന്ന് നമുക്ക് ചാർജ് ചെയ്ത് തുടങ്ങാം. അവനാണെങ്കിൽ അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്. ഓക്കെ ലെറ്റ്സ് ഗോ, ഇറ്റ്സ് ടൈം. എന്റെ മോനെ അതെന്തായാലും അവന് കിട്ടിയിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് കാലി. എവിടെ പോയി താനോസ്? എവിടെ പോയി? മാഞ്ഞു പോയാ? അതെങ്ങനെ മാഞ്ഞു പോയി? ചേടാ അവനാണെങ്കിൽ ഇവിടെ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ട് കേട്ടാ. എങ്ങോട്ടേക്കോ എനിക്ക് തോന്നുന്നു കൊറേ ഇടി കിട്ടിയപ്പോ അവനാണെങ്കിൽ എസ്കേപ്പ് ചെയ്തു എന്നാണ്. ദൈവമേ, എന്തായാലും നമുക്ക് ഗോകുവിന്റെ സ്യൂട്ട് കിട്ടിയ സ്ഥിതിക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ പവർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റി. ഇപ്പോഴല്ലേ മനസ്സിലായ ഗോകുവിന്റെ സ്യൂട്ട് യൂസ് ചെയ്താലും അവനെ നമുക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോഴേക്കും അവനാണെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടു. സോ എന്തായാലും ഇതിനെക്കാട്ട് കിടിലൻ കുറച്ചും കൂടെ പവർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നമുക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമാണ് നമുക്ക് എന്തായാലും താനോസിനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇപ്പതേ കണ്ടില്ലേ, എന്റെ മേത്താണെങ്കിൽ കല്ല് കുടുങ്ങി. ഇനി ഞാനിത് വീട്ടിൽ പോയിട്ട് ഈ കല്ല് മൊത്തം ഇതുമെന്ന് അടിച്ച് ചുറ്റിക വെച്ച് പൊട്ടിക്കണം. എന്റെ പൊന്നളിയ എന്തൊക്കെ പണിയാണെന്നറിയോ. സോ ഇനിയിപ്പോൾ ഏത് സ്യൂട്ട് കൊണ്ടുവന്നാലാണ് നമുക്ക് താനോസിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റാമെന്ന് നിങ്ങളെല്ലാവരും കമന്റ് ചെയ്ത് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കണ്ട കേട്ടോ. സോ ആ സ്യൂട്ട് കൊണ്ടുവന്നിട്ട് നമ്മളെന്തായാലും താനോസിനെ ഇടിച്ച് സൂപ്പാക്കുന്നതായിരിക്കും. സോ എല്ലാവരും പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോ ഗൈസ്. സോ ഈ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ പാർട്ട് 2 വേണമെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരെ ഇനി നമ്മൾ ഡെയിലി കാണും കേട്ടോ. സോ ബൈ ഗൈസ്, ടാറ്റ ബൈ.